നമസ്കാരം. ഞാനിന്ന് നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടൻ്റെ അമ്മയുടെ അനുശോചനം അറിയിക്കാനായിട്ടാണ് എത്തിയത്. മരണാനന്തര ഇതിൻ്റെ അനുശോചനം അറിയിക്കാനായിട്ടാണ് എത്തിയത്. തീർച്ചയായിട്ടും ഇന്ന് രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ അനുശോചനമാണ് മെയിനായിട്ട് അറിയിക്കാനായിട്ട് എത്തിയത്. ഒന്ന് 4 ഊർവശിപ്പട്ടം കിട്ടിയ ശാരദാമ്മയുടെ കാര്യം. ആരോഗ്യസ്ഥിതിയുടെ പ്രശ്നങ്ങൾ കാരണം ശാരദാമ്മയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം തന്നെയാണ് ഇന്ന് രാവിലെ ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് വിളിച്ച് സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ഫോൺ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹം എന്നെ കണ്ടോടനെ അദ്ദേഹത്തിന് അറിയാം, തിരിച്ചറിഞ്ഞു. ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി വരണം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലാലേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഫോൺ വിളിക്കേണ്ട, എന്നോട് പറഞ്ഞു എന്ന് തിരുമേനി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്തായാലും ലാലേട്ടനെ അറിയിച്ചു. ഒന്ന് തമ്പുരാട്ടിയുടെ, രണ്ടാമത്തെ മഹത് വ്യക്തിത്വം തമ്പുരാട്ടിയുടെയാണ്. മുറജപം നടക്കുന്നത് കൊണ്ടും പ്രത്യേകം അനുശോചനം അറിയിച്ചേക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതും അറിയിച്ചിട്ടുണ്ട്, ലാലേട്ടനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം കാര്യം, പൂജപ്പുര നടുതല ദേവീക്ഷേത്രത്തിലെ മേശാന്തി എന്ന നിലയിൽ ഈ നാട്ടിലെ ഓരോരുത്തരും അമ്മയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മരണം നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഒരു സാന്നിധ്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഭഗവതി പറഞ്ഞതുപോലെ തന്നെയാണ് വന്ന് ഒരു അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും അമ്മ തന്നെയാണ്. കാര്യം ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ പൂജപ്പുരയുടെ അമ്മ തന്നെയാണ്. കാര്യം ഞാൻ ഇന്നലെ നമ്മുടെ മേനക സുരേഷ് കുമാർ അദ്ദേഹം പറയുന്നത് കേട്ടു. കാര്യം ലാലിൻ്റെ അമ്മ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ്. കാര്യം ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിവാണ്, അല്ലെങ്കിൽ കേട്ടറിവാണ്, പലരും പറഞ്ഞ് കേട്ടറിവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല സുഹൃത്തുക്കളുടെയും അമ്മ തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്വന്തം മക്കളെപ്പോലെ നോക്കിയ ഒരു അമ്മ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയുടെ മരണത്തിന് അനുശോചനം അറിയിക്കാൻ എത്തുക എന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ മുൻജന്മ സുഹൃത്തിലെ കർമ്മപുണ്യം തന്നെയാണ്. എന്തായാലും അവിടെ ചെന്നു, അവിടുത്തെ തിരക്ക് കണ്ടു. ഇത്രയും സിമ്പിളായൊരു മനുഷ്യൻ, ആ ഒരു മനുഷ്യനെ നമ്മുടെ നാടിനെ സമ്മാനിച്ച ഒരു അമ്മയെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം പലതും പറയാറുണ്ടെങ്കിൽ ഇന്ന് അവിടെ ചെന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ നിപ്പും ആ വിഷമവും ആ മുഖത്ത് ഇതൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും. അതുപോലെ ഇന്നലെ മന്ത്രിമാരുടെ സഹായത്തോടു കൂടി എത്രയും പെട്ടെന്ന് ബോഡി ഇവിടെ എത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സാധാരണക്കാരിയായിട്ട് തന്നെ എൻ്റെ അമ്മ പോയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ പലരും പറയാറുണ്ടല്ലോ അമ്മമാർ വളർത്തിയതിൻ്റെ ഇതാണെന്ന്. പക്ഷേ ആ ഗുണം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. ആ ലെജൻഡ് എന്താണോ അത് തന്നെയാണ് അമ്മ. ഇല്ലെങ്കിൽ അമ്മയുടെ ഭാവങ്ങളിലെ അമ്മ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഇന്ന് മകൻ ജീവിക്കുന്നത്. ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു സൗഭാഗ്യം തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഏത് അച്ഛനും അമ്മയ്ക്കും ഒരു മകനോ മകളോ ഉന്നതിയിലെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. എന്നാൽ ആ സൗഭാഗ്യത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്കുണ്ടായി എന്നതിലുപരിയായി ആ അമ്മയുടെ മരണസമയത്തും ആ മകനോടുള്ള സ്നേഹത്തിലും ആ അമ്മയോടുള്ള ആദരവിലുമൊക്കെ അതൊക്കെ പ്രകടിപ്പിക്കാൻ എത്തുന്ന ഒരു വലിയ പുരുഷാർത്ഥിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ഒരു അമ്മ തന്നെയാണ് എന്ന തിരുമേനിയുടെ വാക്കുകൾ സത്യം തന്നെയാണ്, അത് അർത്ഥവത്തായത് തന്നെയാണ്.